ഹലോ ഗായ്സ്, ഇപ്പം ഞാൻ എവിടേക്കാണ് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ ഓണപ്പരിപാടി കാണാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അവർ കസേര കളി കളിക്കുകയാണ്. പിന്നെ ഏട്ടനും ഉണ്ട്, കുഞ്ഞൂസിനെ എടുത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ കളി കണ്ടുകൊണ്ട് നിന്നേ. കയറി വരുമ്പോഴേ അവരുടെ കളിയായിരുന്നു. നേരത്തെ രണ്ടെണ്ണം കഴിഞ്ഞു പറഞ്ഞു, അതിലൊന്നും പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ ഇതിലിതാ പൊന്നൂസ് ഔട്ടായി. അത് കഴിഞ്ഞപ്പോൾ ഇതാ മാളൂട്ടി ഇപ്പോൾ ഔട്ടായി കണ്ടില്ലേ. എന്താ വെച്ചാൽ ചേച്ചി ഔട്ടായി അനിയത്തി ഔട്ടാവണല്ലോ. അത് കഴിഞ്ഞപ്പോൾ വലിയവരുടെ ചെയർ എന്താണ് മ്യൂസിക്കൽ ചെയറിലെ ഇടയ്ക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും പോയി പങ്കെടുത്തു. പ്രൈസ് കിട്ടുമോ ഇല്ലയോ, ഒരു രസമല്ലേ ഇതൊക്കെ പങ്കെടുക്കാനല്ലേ. അപ്പം ഞാനും ആവുന്നതും പിടിച്ച് നിൽക്കാൻ നോക്കി. ആദ്യമായിട്ടാണ് എത്ര വരെ എത്തുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടേ ഞാൻ ഔട്ടാവണതാണ്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ കഴിയുമെന്ന് തോന്നി കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കളികളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഓണം എന്തായാലും അടിച്ച് പൊളിച്ചു എന്നുള്ളൊരു ഫീൽ ഇപ്പോഴാണ് വന്നത് കേട്ടോ. വീട്ടിൽ തന്നെ നമ്മൾ വെച്ചുണ്ടാക്കി കഴിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണാനും പങ്കെടുക്കാനും പോകുമ്പോഴല്ലേ ഒരു രസം. അത് കഴിഞ്ഞപ്പോൾ നാരങ്ങ സ്പൂണും മത്സരം ഉണ്ടായിരുന്നേ. എന്താ ചേച്ചി അനിയത്തിയും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. മത്സരത്തിന് പങ്കെടുക്കുക, ടൂറ് പോണ പോലെ. അതുപോലെ തന്നെ അവർ തോറ്റു. അത് കഴിഞ്ഞപ്പോൾ കുപ്പിയിൽ വെള്ളം നിറക്കലുണ്ടായിരുന്നു കേട്ടോ. അതിനും പങ്കെടുത്തു ഞാൻ. എല്ലാത്തിലും പങ്കെടുത്തു. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലേ, അപ്പോഴല്ലേ ഒരു സന്തോഷം. സമ്മാനം എന്തായാലും കിട്ടിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഏട്ടന്മാരുടെ മ്യൂസിക്കൽ ചെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ പച്ച ഷർട്ടിട്ട ആളാണ് എൻ്റെ ആൾ കേട്ടോ. ആൾ ലാസ്റ്റ് വരെ എത്തി, സമ്മാനവും നേടി. വളരെ സന്തോഷമായി. ആരെങ്കിലും ഒരാൾ കൊണ്ടുവരണ്ടേ പ്രൈസ് വീട്ടിലേക്ക് അല്ലേ, അല്ലെങ്കിൽ മോശമല്ലേ. ഇത്രയും പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ മേടിച്ചില്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല. പക്ഷെ ആൾ വാങ്ങിയില്ലെങ്കിൽ അതൊരു പ്രശ്നം. അത് കഴിഞ്ഞ് വടംവലിയായിരുന്നു കേട്ടോ. അതിൽ ഏട്ടനുണ്ടായിരുന്നേ. ആളും നല്ല എഫേർട്ട് എടുത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാ. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ രണ്ട് സൈഡിലും മാറി മാറി വലിക്കുമല്ലോ, അങ്ങനെ 3 ട്രിപ്പ് വലിച്ചു. അപ്പോൾ 2 ട്രിപ്പ് അവർക്ക് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവരായിരുന്നു വിന്നർ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും ആ ഒരു ഓണത്തിൻ്റെ പരിപാടിയുടെ ഒരു ആവേശം നമുക്ക് കിട്ടണത് ഈ വടംവലിയിലായിരിക്കും കേട്ടോ. നന്നായി എൻജോയ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോഴേക്ക് ആളുടെ കാലൊക്കെ ഒരു ഇതായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കിടുന്നു കേട്ടോ. കാലിലൊന്ന് മസാജ് ചെയ്താൽ വേണ്ടി മസിൽ പിടിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ വടംവലിയായിരുന്നു കേട്ടോ. ഞാനും കഷ്ടപ്പെട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കയറ് നീങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരുടെ എഫേർട്ട് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി കേട്ടോ. സെക്കൻഡ് റൗണ്ടിൽ അവർക്കായിരുന്നു ഫസ്റ്റ്. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തില്ല, ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് വേണം പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് സ്വയം പ്രഖ്യാപിച്ച് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അതുകൊണ്ടുള്ള ഞങ്ങളുടെ സന്തോഷ പ്രകടനമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പറഞ്ഞിട്ട്. അങ്ങനെ വീടെത്തി സമ്മാനമൊക്കെ പൊതുവെ അയച്ചു നോക്കിയേ. ഏട്ടനെ കിട്ടിയ പ്ലേറ്റാണ്. പിന്നെ പഴക്കൊലയിൽ നിന്ന് ഒരു പഴം അടിച്ചു മാറ്റി.